പപ്സ് ഓടിക്കാനായിട്ട് എന്റെ ഭർത്താവ് ഡയറ്റില്ല. ഞാൻ എന്ത് തിന്നാലും എന്റെ ഭർത്താവിനോട് വേണം ചോദിക്കും. എന്താ നീ പിടിച്ചു നോക്കാൻ? ഇവനാണ് എന്നോട് പറയുന്നത് എന്തോ കൊച്ചിന് ആരോഗ്യം വേണം, നീ നട്സ് എല്ലാം തിന്നണം. മെയിൻ സാധനം കാണിക്ക്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, അമ്മുക്കുട്ടിക്ക് എത്ര മാസമായി. അതാണ് കമന്റ് ബോക്സിൽ നിറച്ചത്. എന്ത് വേണം നിനക്ക്? ആനമുട്ട പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു തരൂലേ? എല്ലാ സാധനം വാങ്ങിച്ചു കൊടുക്കും. ഹലോ ഹായ്. അപ്പോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്, ഇന്ന് നമ്മുടെ അമ്മുക്കുട്ടിക്ക് പ്രധാനപ്പെട്ട ഒരു സ്കാനിങ് ഉണ്ട് കേട്ടോ. സ്കാനാണ് ഗായ്സ് ഇന്നുള്ളത് നമുക്ക്. അപ്പോ മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ധാരാളം ആളുകൾ ചോദിക്കുന്ന ചോദ്യം, അമ്മുക്കുട്ടിക്ക് എത്ര മന്തായി, എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ അടുത്തുനിന്ന് പറയാനും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങി. അപ്പൊ അതൊന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല. നമ്മൾ നേരെ കാണുന്നത് നമ്മുടെ ലിസി ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഏത് ഹോസ്പിറ്റലെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നേരെ ലിസി ഹോസ്പിറ്റലിലോട്ട് എത്തി. നേരെ നമ്മൾ പോകുന്നത് സ്കാനിങ് സെന്ററിലോട്ടാണ് കേട്ടോ. അപ്പൊ അവിടെ ആദ്യം ബില്ല് അടയ്ക്കണം. അപ്പൊ ആ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത കാരണം അമ്മുക്കുട്ടീനെ പെട്ടെന്ന് തന്നെ വിളിച്ചു കേട്ടോ. അധികം ഇരുന്ന് മുഷിപ്പെടുക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അമ്മുക്കുട്ടീനെ അകത്തോട്ട് വിളിച്ചു. അത്യാവശ്യം ഞാൻ നിന്ന് നല്ലപോലെ പോസ്റ്റായി. കാരണം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും കയറ്റി കാണിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ. പക്ഷെ എല്ലാം വെറുതെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ നേരെ അമ്മുക്കുട്ടീനെ അകത്ത് കയറ്റി അത്യാവശ്യം കുറച്ച് സമയം പോസ്റ്റ് അടിച്ച ശേഷം ആള് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഓടി ചെല്ലുന്നത്. എനിക്ക് എങ്ങനെയാണ് വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ, അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അപ്പൊ നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ ആള് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്തേ ഇവര് ധാരാളം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ സാധനം കാണിക്ക്. നമുക്ക് സുട്ടുമണിയുടെ ധാരാളം ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആള് നല്ല ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെന്താ, അങ്ങനെ ഫോട്ടോ കിട്ടി. പിന്നെ ഒരു ഡിസ്ക് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഡിസ്ക് നമ്മള് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് എല്ലാം ഇരുന്ന് കാണും കേട്ടോ. അപ്പൊ നേരെ ഡോക്ടറെ കാണണം അല്ലേ? ഞെക്കടി. അപ്പോൾ നമുക്ക് ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമുക്കൊരു യെല്ലോ കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഒരു ചെറിയൊരു ഡോക്ടറുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിനെ കൊണ്ട് പതിപ്പിക്കേണ്ട ഒരു ഏർപ്പാടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു സമയം ഞാൻ നല്ല പോസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണം നമുക്ക് മെയിൻ ഡോക്ടറിനെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടറിനെയൊക്കെ കണ്ടു കഴിഞ്ഞു. ധാരാളം കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടോ ശ്രദ്ധിക്കാനുള്ള. പിന്നെ അതൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? ബാക്കി എന്താ, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരണം. വേറെ ഒന്നുമില്ല, വേറെ എല്ലാം ഓക്കെയാണ്. ആളും കുട്ടിയെല്ലാം ഹെൽത്തി ആയിട്ടിരിക്കുന്നു അല്ലേ? ഇനി നമുക്ക് പോയിട്ട് സീഡ് വാങ്ങിക്കണം. ഫുഡിന്റെ സീഡ് അവിടെ സ്കാനിങ് സെന്ററിൽ വെച്ചിട്ടുണ്ട്, അത് വാങ്ങിക്കണം അല്ലേ? അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ അമ്മുക്കുട്ടിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പോൾ ആൾക്ക് ചെറിയൊരു ചായയും കടിയും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മാത്രമല്ല എനിക്കിനി അമ്മുക്കുട്ടിക്കുള്ള മരുന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പോകുവാണ്. ഹോസ്പിറ്റലിൽ ഇരുന്ന് ചായയും വടയും തിന്നുന്ന, വടയല്ല പപ്സും തിന്നുന്ന അമ്മൂസ്. എടി അമ്മു, നിനക്ക് നാണമില്ലേടി നിന്റെ ഭർത്താവിനെ ഇങ്ങനെ നോക്കി നിർത്തിക്കൊണ്ട് ചായയും പപ്സും അടിക്കാനായിട്ട്? എന്റെ ഭർത്താവ് ഡയറ്റില്ല. ഞാൻ എന്ത് തിന്നാലും എന്റെ ഭർത്താവിനോട് വേണം ചോദിക്കും. ചോദിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്നത്. കണ്ടാച്ചാലും മതിയായിരുന്നു നേരത്തെ. കാണിക്കാൻ വേണ്ടി പിന്നെ പഴയ ബുക്കുള്ള ഫോട്ടോ ഞാൻ അങ്ങനെ അമ്മൂസിന്റെ അല്ല, സുട്ടുമണിയുടെ ഡിസ്ക് നമുക്ക് കിട്ടി. അമ്മൂസിനുള്ള മരുന്ന് നമ്മൾ വാങ്ങിച്ചു. ഇനി എന്താ പരിപാടി? ഇനി വന്നിട്ടുണ്ടെങ്കിൽ അമ്മുക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങിക്കണം. അപ്പൊ അതിനായിട്ട് ഞങ്ങൾ എറണാകുളം മുഴുവൻ നിന്ന് തെന്നാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറെ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് നേരെ പോയി അതൊക്കെ വാങ്ങിക്കാവേ. അപ്പോൾ നമ്മുടെ സ്കാനിങ്ങും പിന്നെ ഡോക്ടറിനെ കാണലും അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ
അമ്മയും കുട്ടിയും രണ്ടുപേരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെന്താ, പിന്നെ ഇനി ചെന്നിട്ട് അമ്മുക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനുണ്ട്, അതൊക്കെ വാങ്ങിക്കണം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, അമ്മുക്കുട്ടിക്ക് എത്ര മാസമായി. അതാണ് കമന്റ് ബോക്സിൽ നിറച്ച് എത്ര മാസമായി ചേച്ചിക്ക്, എത്ര മാസമായി, എങ്ങനെയുണ്ട് ഇപ്പൊ, ഹാപ്പിയാണോ? ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞാൻ മാത്രം ക്ഷീണിക്കുന്നുള്ളൂ. അപ്പൊ ചേച്ചിക്ക് എത്ര മാസമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇപ്പൊ 5ാമത്തെ മാസമാണ് അല്ലേ മുസേ? അതെ അതെ, 5ാമത്തെ മാസമാണ്. അപ്പൊ അതിന്റെ സ്കാനിങ് ആണ് ഇപ്പൊ കഴിഞ്ഞത്, അനോമലി സ്കാൻ. അനോമലി സ്കാൻ. അപ്പത്തേക്കും നമുക്കിനി നേരെ പോകേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മുക്കുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നമ്മുടെ വണ്ടി ഇതേ വന്നിരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പൊ പോണ വഴിക്കൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാവേ. എന്തൊക്കെ വാങ്ങിച്ചിരുന്നു ഞാൻ കാണിച്ചു തരാം. എന്ത് ചെയ്യണം നിനക്ക്? ആനമുട്ട പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു തരൂലേ, എല്ലാ സാധനം വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ നമ്മള് MG റോഡ് പത്മയിലുള്ള ഒരു കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് അമ്മുക്കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. നമുക്ക് കേറി നോക്കാം. പല വെറൈറ്റീസ് ഓഫ് മതി, എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോ. അമ്മുക്കുട്ടിക്ക് ആവശ്യമായ കശുവണ്ടിയും പിന്നെന്തെന്നാ ഉണക്കമുന്തിരിയും സാധനങ്ങളൊക്കെ വേണമെന്നിങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ വാങ്ങിക്കുവാണ്. എന്താ നീ പിടിച്ചു നോക്കാൻ? ഇവനാണ് എന്നോട് പറയുന്നത് എന്റെ കൊച്ചിന് ആരോഗ്യം വേണം, നീ നട്ട്സ് എല്ലാം തിന്ന് ദൂരത പറയുന്നു കേട്ടോ. അവളവിടെ എന്തൊക്കെയോ നോക്കുന്നുണ്ട് ഗൈസ്. എടിയും മറ്റേ ഇത് മറ്റേ ചീസ് ഇട്ടേക്കുന്ന അല്ല, സാൾട്ടഡ് കേക്ക്. ഇത് അത്യാവശ്യം നല്ല ഷോപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള നട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇവിടെ നമുക്കെല്ലാം ഈ ബേക്കറി ഐറ്റംസ് ഇല്ലേ, അതെല്ലാം നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും എല്ലാം. എനിക്ക് തോന്നുന്നു കൊച്ചി തുറന്നോളൂ കയറിക്കോളൂ. അപ്പൊ ഹാപ്പി ആയില്ലേ? അങ്ങനെ അമ്മുക്കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കുവാണ്. ഇത് നേരെ ഭക്ഷണം കഴിക്കണം, പിന്നെ നേരെ വീട്ടിലോട്ടാണ്. പിന്നെന്താ, പിന്നെ ഇനി പോണ വഴിക്ക് അമ്മുക്കുട്ടിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് പറയാനുണ്ട്. അപ്പൊ നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു, ഊണ് കഴിക്കണമെന്നാണ് പറഞ്ഞു അല്ലേടി? അപ്പൊ എവിടെ കയറണം? നമ്മളിവിടെ പോണ വഴിക്ക് എറണാകുളം നമ്മുടെ എവിടെയായിരുന്നു, മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ ഒരു അമ്പിസ്വാമി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കേട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ അവിടെ കയറി കഴിക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അമ്പിസ്വാമിയുടെ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. കാറിടാനായിട്ട് സംവിധാനം ഇല്ലേ? പല ടൈപ്പ് കറികളാണ് കേട്ടോ. അപ്പൊ നമ്മൾ അമ്പിസ്വാമി റെസ്റ്റോറന്റ് ആയിരുന്നു. എവിടെയാ? മെഡിക്കൽ ട്രസ്റ്റിനടുത്തുള്ള കേട്ടോ. പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാം. കണ്ടിട്ട് നല്ല ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. തുടങ്ങാം. അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അമ്പിസ്വാമിക്ക് വിട കൊടുത്ത് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് കാറിനെ കയറി. ഗൈസ് ഒന്നും പറയാനില്ല, ഭക്ഷണവും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ, പക്ഷേ പാർക്കിങ്ങിന് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടി. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് തോന്നുള്ളൂ കേട്ടോ. ഭക്ഷണം ഒരു രക്ഷയില്ല, നല്ല ഭക്ഷണമായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇവിടെ ഇതുണ്ട്, സിഗ്നൽ ഉണ്ട്. അവിടെ നിന്ന് നമ്മള് ഇവിടെ നിർത്തിയിട്ടാല് ഫുള്ള് ബ്ലോക്ക് ആവും. സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ആവും. പിന്നെ ഒരു കണക്കിന് ഒരു കൂട്ടിന് മാറ്റിയത് കൊണ്ട് നമുക്ക് ഇന്ന് കഴിക്കാൻ പറ്റി, പാർക്കിംഗ് കിട്ടി. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കുന്നു. അമ്മുക്കുട്ടി ഇപ്പോൾ യാത്ര ചെയ്ത് അത്യാവശ്യം ടയേർഡാണ്. ഇനി ആൾ വീട്ടിൽ ചെന്നാൽ മാറിക്കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം കേട്ടോ. ഓക്കെ, ബൈ.